സ്വന്തം മകൾക്ക് പിശാചുബാധയുണ്ടെന്ന വിശ്വാസത്തിൽ അമ്മ തന്നെ താന്ത്രകൻ എന്ന് അവകാശപ്പെടുന്നയാളുടെ വീട്ടിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്നു. അവിടെ വെച്ച് അയാൾ ബാധ ഒഴിപ്പിക്കലെന്ന പേരിൽ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കുന്നു. കെട്ടുകഥയൊന്നുമല്ല, കൊല്ലം ജില്ലയിലെ പുത്തൂരിൽ നടന്ന സംഭവമാണ്. ഇതിനെ കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞ ചെറുതായി പോവും. വിശ്വാസത്തിന്റെ പേരിലുള്ള സാമൂഹിക ചൂഷണം എന്ന് തന്നെ പറയണം. ഇവിടെ ആ കുട്ടിയെ ഒറ്റയ്ക്കാക്കി ആഭിചാരം നടത്തുന്നത് അമ്മ തടയാതിരുന്നത് അന്ധമായ വിശ്വാസം കൊണ്ടാണ്. ആത്മീയ ഹീലർ, താന്ത്രികൻ, സ്വാമി എന്നീ വിശേഷണങ്ങൾ വ്യക്തികൾക്ക് സമൂഹത്തിൽ ചോദ്യം ചെയ്യാനാവാത്തൊരു അധികാരം നൽകുന്നുണ്ടല്ലോ. അതിനെയാണ് ചിലർ ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ പിശാചുബാധയെ ചിത്രീകരിക്കുന്നതും അവളുടെ ശരീരത്തെ ആഭിചാരക്രിയകൾക്ക് വിട്ടുകൊടുക്കുന്നതും പുരുഷ മേധാവിത്വത്തിന്റെ ഒരുതരം ക്രൂര രൂപമാണ്. ഇൻസ്റ്റന്റ് പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മന്ത്രവാദികളുടെ വലയിൽ ദുർബല മനസ്സുകൾ വീണു പോകുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറിക്കഴിഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ ഇനിയും ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് കരുതി അവഗണിക്കാനാവില്ല. ബ്ലാക്ക് മാജിക്, കൂടോത്രം, ചാത്തൻ സേവ തുടങ്ങിയവ സോഷ്യൽ മീഡിയയിലൂടെ സ്വയം ബ്രാൻഡ് ചെയ്യുന്നു. റീലുകൾ, യൂട്യൂബ് ചാനലുകൾ, ലൈവ് സെഷനുകൾ, ടെലിവിഷൻ സീരിയലുകൾ, സിനിമകളെല്ലാം ചേർന്ന് ആഭിചാര സംസ്കാരത്തെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു. ദോഷനിവാരണം, വശീകരണം, ധനവർഷം തുടങ്ങിയ വാഗ്ദാനങ്ങൾ പരസ്യങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. തിമിരം ബാധിച്ച മതവിശ്വാസവും കപട ആത്മീയതയും വിപണന തന്ത്രമായി മാറുന്നത് ഇനിയും കണ്ടു നിൽക്കണോ? അന്ധവിശ്വാസ വിരുദ്ധ നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് ദശകങ്ങളായെങ്കിലും ഇപ്പോഴും ചുവപ്പ് നാടേ കുടുങ്ങിക്കിടക്കുകയാണ്. മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന വാദം ഉയർത്തി ഇനിയും ഈ നിയമത്തെ പ്രതിരോധിക്കാനാവില്ല. ഇത് മതസ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആഭിചാര നിരോധന നിയമത്തെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്.